ഇന്ന് ഞാൻ ഇവിടെ കഥ പറയുന്നത് സാറാ ജോസഫിൻ്റെ ഒടിഞ്ഞ പാലം എന്ന കഥയാണ്. ഈ ഒടിഞ്ഞ പാലം എന്നുള്ള കഥയിൽ സാറാ ജോസഫിൻ്റെ ഒരു മനസ്സിൻ്റെ വിങ്ങലാണ് സാറാ ജോസഫ് പ്രകടിപ്പിച്ചിരിക്കുന്നത്, ആത്മാവിൻ്റെ വിങ്ങല്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന ബാല്യം കൈവിടാത്ത അല്ലെങ്കിൽ ശൈശവം കൈവിടാത്ത ഒരു പുതുതലമുറയെ ക്രൂരമായി പീഡിപ്പിക്കുകയും ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്യുന്ന പൈശാചികത നിറഞ്ഞ നമ്മുടെ ഈ നാടിനെ കുറിച്ചുള്ള ആവലാതിയാണ് സാറാ ജോസഫിൻ്റെ ഒടിഞ്ഞ പാലം എന്ന കഥയിൽ എനിക്ക് കാണാൻ പറ്റിയത്. ഇന്നത്തെ പുതുതലമുറ നാളത്തെ നമ്മുടെ ലോകത്തെ ഭരിക്കാൻ പോകുന്ന ഒരു തലമുറയാണ്. അങ്ങനെയുള്ള ഒരു തലമുറ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നതിനുള്ള സാറാ ജോസഫിൻ്റെ ഉള്ളിലെ അമർഷമാണ് ഈ ഒടിഞ്ഞ പാലം എന്ന ചെറുകഥയിലൂടെ സാറാ ജോസഫ് പറയാൻ ശ്രമിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. ഇനി ഒടിഞ്ഞ പാലത്തിലേക്ക്. ഞാൻ ഉറങ്ങുകയായിരുന്നു. എങ്ങനെയാണ് ഞാനിവിടെ എത്തിപ്പെട്ടത്? ആരാണ് എന്നെ തള്ളിവിട്ടത്? ഇതൊരു പടുക്കൂറ്റൻ ആതുരാലയമാകുന്നു. ഇവിടെ ഞാൻ വരേണ്ട യാതൊരു കാര്യവുമില്ല. ഞാനൊരു രോഗിയല്ല. രോഗബാധിതരായി എൻ്റെ ആരും ഇവിടെ കിടക്കുന്നില്ല. ഞാൻ എന്തിനിവിടെ വരണം? ഞാനൊരു സാധാരണ സന്ദർശകയായിരിക്കാം. സന്ദർശിക്കുക മാത്രം ചെയ്താൽ എനിക്ക് തിരിച്ചു പോകാമായിരിക്കും. ഞാൻ 1-ാം നമ്പർ വാർഡിൻ്റെ മുന്നിൽ വന്ന് വീണിരിക്കുന്നു. ഇത് കുട്ടികളുടെ വാർഡാണ്. പണ്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് ഇടത്തേയറ്റത്തെ കിഴക്കോട്ട് തുറങ്ങുന്ന ജാലകത്തിനരികിൽ 27-ാം നമ്പർ കട്ടിലിൽ കിടന്നിരുന്നത് എൻ്റെ മകനായിരുന്നു. അവനന്ന് 3 വയസ്സുണ്ട്. കുട്ടികളുടെ വേദനയും വാശിയും കരച്ചിലും അമ്മമാരുടെ താരാട്ടും നഴ്സുമാരുടെ ശകാരങ്ങളും ട്രോളികളുടെ ഉരുൾച്ചയും പഴയ പങ്കകളുടെ ഗർജനവും ജാലകങ്ങളിൽ വന്ന് കൊത്തുന്ന കാക്കകളുടെ ആരവം കൊണ്ട് എനിക്കിവിടം അസഹനീയമായിരുന്നു. അകത്തേക്ക് കടക്കുമ്പോൾ ഒരു സുഗന്ധമാണല്ലോ എന്നെ എതിരേൽക്കുന്നത്. വൃത്തിയിൽ തിളങ്ങുന്ന തറയും ചുവരും, എവിടെയും പുഷ്പാലങ്കാരങ്ങളും നേർത്തൊരു സംഗീതവും, ഓരോ കട്ടിലിനു ചുറ്റും രഹസ്യത്തെ പൊതിയുന്ന കട്ടി ആവരണം പോലെ നീലമറകളും, കുട്ടികളുടെ ഒരു ഞരക്കമോ നിലവിളിയോ അമ്മമാരുടെ നെടുവീർപ്പോ നഴ്സുമാരുടെ കാലച്ചയോ ഒന്നുമേ കേൾക്കാത്ത സമ്പൂർണ്ണ മൗനത്തിൻ്റെ ഒരിടനാഴി. എനിക്ക് നെഞ്ചിലൊരു ഭാരം തോന്നുന്നു. ആകാംക്ഷയോടെ ഞാൻ ഇരുവശത്തേക്ക് നോക്കി. ഞാൻ ആരെ സന്ദർശിക്കണം? നീല കട്ടിമറയെ ഭേദിച്ച് ഞാൻ അകത്ത് ചെല്ലാമോ? പുറത്തു നിന്ന് നോക്കിയാൽ കുട്ടികളെ കാണാൻ കഴിയില്ല. പുതപ്പിനടിയിൽ അകത്തിവെച്ച കാലുകൾ മാത്രം കാണാം. എന്നാൽ ഞാൻ അവരുടെ അമ്മമാരെ കണ്ടു. വലിച്ചു കീറിയ കുഞ്ഞുടുപ്പുകൾ വീണ്ടും തുന്നിക്കൂട്ടാൻ ശ്രമിക്കുന്നവരായിട്ട്. അവരുടെ ചുണ്ടുകളും ഞാൻ കണ്ടു. വെളുത്ത ചുമരു പോലെ വിളറിയവ, മുദ്ര വയ്ക്കപ്പെട്ടവ. അതിലൊരാളോട് സംസാരിക്കാൻ ഞാൻ ഒരുങ്ങുകയായിരുന്നു. ചിന്നുക്കുട്ടി 3 വയസ്സ് എന്ന പേരിന് കീഴെ ഞാൻ നിന്നു. ഒരു നേഴ്സ് വന്ന് ശബ്ദമില്ലാതെ എന്നെ തൊട്ടു. മൗനം. അവർ പറഞ്ഞു, ഇവരെന്നെ പുറത്തേക്ക് കൊണ്ടുപോയി. ഇവിടെ നിൽക്കരുത്, പുറത്തു പോകണം. എന്തുകൊണ്ട്? ഞാനൊരു സന്ദർശകയാണ്. ഞാൻ പോലീസിനെ വിളിക്കും. ഈ കുട്ടികൾക്ക് എന്താണ്? അവർ മരിക്കുകയാണോ? ഒച്ചയുണ്ടാകാതെ 2 പോലീസുകാരികൾ വന്നു. അവർ എന്നെ ഭുജങ്ങളിൽ പിടിച്ചുയർത്തി തൂക്കി വെളിയിലിട്ടു. ചില്ലുവാതിൽ അടഞ്ഞു. നിങ്ങൾ പത്രക്കാരിയാണോ? പോലീസുകാരികൾ ചോദിച്ചു. അല്ല. ഈ കുട്ടികൾക്ക് എന്തു പറ്റി? നിങ്ങൾ ആരുടെ ഏജന്റാണ്? വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ ഓർത്തു, കുട്ടിയായിരിക്കുമ്പോൾ എന്നെ ഏറെ ആനന്ദിപ്പിച്ചിരുന്ന ഒരു ചിത്രം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. കാട്ടിൽ നിന്ന് എടുത്തെടുത്ത പൂക്കൾ നിറച്ച കൊട്ടകളുമേന്തി 2 ഓമന കുട്ടികൾ ഒരു ഒടിഞ്ഞ പാലത്തിലൂടെ നടന്നു വരുന്നു. എന്നാൽ ഒരു കാവൽ മാലാഖ കൈകളും ചിറകുകളും വിരിച്ച് പുറകിൽ നിന്നും അവരെ കാക്കുന്നുണ്ട്. ഒരുപാട് നേരം ഞാൻ ആ ചിത്രത്തിൽ നോക്കിയിരുന്ന് സന്തോഷിച്ചു. ആ കുട്ടികൾ ഒരിക്കലും ആ പാലത്തിന്മേൽ നിന്ന് വീഴില്ല. കാരണം കുട്ടികളുടെ ഓരോ ചുവടുവയ്പ്പിലും അവരെ കാവൽ മാലാഖമാർ കാക്കുമെന്നും അവർ കളങ്കമില്ലാത്ത പൈതങ്ങൾ ആകയാലാണ് അങ്ങനെ കാക്കുന്നതെന്നും അമ്മ പറഞ്ഞു തന്നിരുന്നു. ഒരൊടിഞ്ഞ പാലത്തിന്മേൽ എന്നെ സങ്കല്പിക്കുമ്പോൾ പുറകിൽ കാവൽ മാലാഖയും ചുറ്റിലും നിബിഡ വനവും താഴെ വെള്ളച്ചാട്ടവും പൂക്കൊട്ട നിറയെ പുതിയ പൂക്കളും കൂടെ ഒരു കൂട്ടുകാരനും എപ്പോഴും ഉണ്ടായിരുന്നു. കുട്ടികളുടെ ഒരു തെരുവിലൂടെ ഞാൻ നടക്കുന്നു. അവർ സ്വയം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. കുട്ടികൾക്ക് മാത്രം കഴിയുന്ന കളങ്കമില്ലാത്ത പ്രകടനത്തിൻ്റെ ഭാഗമായി അവർ മുതിർന്നവരുടെ കയ്യക്ഷരത്തിലുള്ള കൂറ്റൻ പ്ലക്കാർഡുകൾ കയ്യിലേന്തിയിരുന്നു.
പാപം നിങ്ങളുടെ രഹസ്യഭാഗങ്ങളിലൂടെ സൂക്ഷ്മജീവികളുടെ പടയോട്ടം നടത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാം അളിഞ്ഞും അഴുകിയും ദുർഗന്ധം വമിച്ചും ഇരിക്കെ കുട്ടികളുടെ ഈ തെരുവിൽ മാത്രം വൃത്തി അവശേഷിക്കുന്നു. പനിക്കുന്ന കുഞ്ഞിൻ്റെ ഉള്ളം കൈയിലെ ചൂടുപോലെ തപിക്കുന്ന ചുവന്ന ഇഷ്ടികകളാണ് നിലത്ത് വിരിച്ചിരിക്കുന്നത്. പഴയ കിടക്കവിരികളെല്ലാം മാറിയിരിക്കുന്നു. കലയണകളും പടുതകളും മാറിയിരിക്കുന്നു. ഇപ്പോൾ എല്ലാറ്റിനും മാടപ്രാവിൻ്റെ നെഞ്ചിൻ്റെ മാർദ്ദവമാണ്. പഴയ കാലത്തെപ്പോലെ വിയർത്ത പൗഡറിൻ്റെയോ ചതഞ്ഞ മുല്ല ജമന്തികളുടെയോ വാട ആരെയും അലട്ടുകയില്ല. ചുണ്ടിൽ തേച്ച ചായത്തിൻ്റെ വിഷം അകത്ത് ചെല്ലുകയില്ല. ഇപ്പോൾ എല്ലാറ്റിനും മീതെ നിൽക്കുന്ന ഗന്ധം ഡെറ്റോളിൻ്റേതാണ്. പിറ്റേന്നും ഒരു പ്രഭാതമുണ്ടായിരുന്നു. നാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. നഗരവീഥികളിൽ കുട്ടികളുടെ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. ആയിരം മാതാപിതാക്കളുടെ കൂടെ ഞാനും അത് കാണാൻ ചെന്നു നിന്നു. വർണ്ണശബളമായ ഈ ഘോഷയാത്രയിലാവും എൻ്റെ കുട്ടികൾ ഉണ്ടാവുക. പല വർണ്ണങ്ങൾ ഘോഷയാത്ര എന്നെ കടന്നുപോയി. അവസാനം വരേക്കും എൻ്റെ കുട്ടികൾ മാത്രം വന്നില്ല. ഘോഷയാത്രയുടെ എല്ലാം ഒടുവിൽ കീറിയ ഉടുപ്പും അഴുക്ക് നിറഞ്ഞ മുഖവും പാറിപ്പറന്ന മുടിയുമായി ഒരു ബാലൻ നടന്നു വന്നു. പെരുന്നാളിന് പുതുവസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ ദുഃഖിപ്പിച്ചിരിക്കുന്ന അനാഥ ബാലനോട് വിശുദ്ധ നബി ചോദിച്ച ചോദ്യം ഞാൻ അവനോട് ചോദിച്ചു. കുഞ്ഞെ, നീ എന്തിനാണ് കരയുന്നത്? നീ എന്താണ് ഈ ആഘോഷങ്ങളിലൊന്നും പങ്കുചേരാത്തത്? കവിളത്തേക്ക് വഴിഞ്ഞൊഴുകുന്ന കണ്ണീർ തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു. എൻ്റെ കുഞ്ഞനിയത്തി മരിച്ചുപോയി. നദിയുടെ തീരത്ത് കുറ്റിക്കാട്ടിൽ ഞാൻ അവളുടെ ശവം കണ്ടു. ഞാൻ അവനെയും എടുത്ത് നദീതീരത്തേക്ക് പോയി. ആദ്യം ഞാൻ കണ്ടത് മുള്ളുകളിലുടക്കി കിടന്നു പിടയുന്ന മഴവില്ലിൻ്റെ 7 വർണ്ണങ്ങളുള്ള എൻ്റെ മകളുടെ ഉടുപ്പായിരുന്നു. ഞാനത് കയ്യിലെടുത്ത് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ ആ ബാലൻ എൻ്റെ കണ്ണീർ തുടച്ചു. 1994 സാറാ ജോസഫ് എഴുതിയ ഒരു ചെറുകഥയാണ് ഉടഞ്ഞ പാലം.